നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ACV പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മഴക്കാലത്ത് ഗർഭിണികൾ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലീലാമണിയാണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അരുമന, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ ഇവിടുത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റും കൺസൾട്ടൻറ്റുമാണ്, സീനിയർ കൺസൾട്ടൻ്റാണ് ഡോക്ടർ ലീലാമണി. ആദ്യമേ തന്നെ നമുക്ക് ഡോക്ടറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പ്രോഗ്രാം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഫോൺ ഇൻ പ്രോഗ്രാമാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നേരിട്ട് തന്നെ ഡോക്ടറോട് സംശയങ്ങൾ ചോദിച്ച്, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ടോപ്പിക്ക് ഒന്നും കൂടി പറയാം: മഴക്കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യങ്ങൾ. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലത്ത് നമ്മൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ഏത് സീസണിലായാലും ഗർഭിണികൾക്കൊരു പ്രത്യേക ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണമെന്നുള്ളത് അത് ഗർഭത്തിൻ്റേതായ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഗർഭിണികൾക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഗർഭകാലമാണെങ്കിൽ തന്നെയും എന്താരോഗ്യ പ്രശ്നം ഗർഭകാലത്ത് ഉണ്ടായാലും അത് അവരെ ദോഷമായിട്ട്, അവരെ മാത്രമല്ല, അമ്മയെ മാത്രമല്ല, ഗർഭിണിയെ മാത്രമല്ല, ഉള്ളിലുള്ള കുഞ്ഞിനെയും ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സീസണിലും ഓരോ തരം കെയറാണെന്നേ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലത്ത് ധാരാളം കാര്യങ്ങൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗർഭകാലത്ത് കഴിയുന്നതും ഗർഭിണികൾ നമ്മളൊരു ഇൻഡോർ അല്ലെങ്കിൽ വീട്ടിൽ കഴിയുന്നതാണ് കൂടുതൽ നല്ലത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ സ്ത്രീകളോടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോകുന്നവർ കാണും, അല്ലാതെ വീട്ടിലെ അത്യാവശ്യങ്ങൾ കാണും. അപ്പം നമ്മൾ പുറത്തോട്ടുള്ള എക്സ്പോഷർ എപ്പോഴും കൂടുതൽ റിസ്ക്കിയാണ്. അപ്പം അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ മൂവ്മെൻറ്റ് എപ്പോഴും ഒരു സ്ലോ ആയിരിക്കണം, സൂക്ഷിച്ചായിരിക്കണം. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്നും ഒരു പാദരക്ഷ തന്നെയല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്, മാറി 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 ഉപയോഗിക്കും. അപ്പം നമുക്കത് മഴക്കാലത്ത് ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം നമ്മൾ നടക്കുമ്പം തെന്നുന്ന ഒരു ചെരുപ്പാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി വേണം അവിടെ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തെന്നി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് സ്ത്രീകൾക്ക്, ഗർഭിണികളായ സ്ത്രീകൾക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെട്ടു പോകാൻ, മറ്റുള്ള സമയം പോലെയല്ല. ബാലൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ചും കുറച്ച് അഡ്വാൻസ്ഡ് പ്രഗ്നൻസിയിൽ വയറ് കുറച്ച് വലുതായിരിക്കും, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ കുറച്ച് ചേഞ്ച് ചെയ്യും. അങ്ങനെ വെയിറ്റ് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന കാരണം നമ്മൾ പോയി വീണാൽ നമ്മൾ ചിലപ്പം വയറിടിച്ച് തന്നെ വീഴാൻ സാധ്യതയുണ്ട്. വയറിടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഫ്ലൂയിഡ് ബാഗിനകത്താണ്. അങ്ങനെ തന്നെ ഇരുന്നാൽ പോലും വലിയ ക്ഷതമാണെങ്കിൽ ഡയറക്റ്റ് ഹിറ്റൊക്കെ മിക്കവാറും ഗർഭിണിക്ക് അത് ഇഞ്ചുറി വരാം. കൊച്ചിനല്ല ഇഞ്ചുറി അവിടെ വരുന്നത്. കൊച്ചിന് നമ്മൾ ബ്ലഡ് സപ്ലൈ ഒക്കെ കൊടുക്കുന്ന പ്ലാസൻ്റ എന്ന് പറയുന്ന ഓർഗനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നില്ല. കൊച്ചിൻ്റെ ബോഡിയിൽ പോയി ഇടിക്കുമെന്നല്ല, അതിന് ഈ കുഷൻ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാഗ് ഉള്ളതുകൊണ്ട് കുറച്ച് ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിന് ഒരു ഇഞ്ചുറി വന്നാൽ അല്ലെങ്കിൽ ഒരു ഹിറ്റ് വന്നാൽ പ്ലാസൻ്റ ഗർഭപാത്രത്തിൽ നിന്ന് വേർപെട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗർഭിണിക്ക് ബോധക്ഷവും ഉള്ളിൽ രക്തസ്രാവവും, പുറത്തോട്ട് കാണണമെന്നില്ല രക്തസ്രാവം. അപ്പം എപ്പോൾ വീഴ്ച വരാതെ സൂക്ഷിക്കുക. വീഴ്ച എന്തെങ്കിലും ഉണ്ടായാൽ കുഞ്ഞും അമ്മയും സേഫാണെന്നൊരു ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. പല ഗർഭിണികളും എന്തോ ചെറുതായിട്ടേ തട്ടിയുള്ളൂ, ചിലപ്പോൾ ചെറിയ തട്ട് പോലും പ്ലാസൻ്റയുടെ പുറകു ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നതിനും അത് പിന്നെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പം എപ്പോഴായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നമ്മളതിനുള്ള ഇത് ചെയ്യണമെന്നുള്ള, പലരും ചെയ്യാതെ അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ, പിന്നെ അല്ലെങ്കിൽ ഗർഭിണിക്ക് തന്നെ ടെൻഷനാണ്, എന്തെങ്കിലും പറ്റുമോ എന്ന്. മറ്റേ അവർക്കൊരു അഷുറൻസും കിട്ടും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പം അതൊരു പ്രത്യേക കാര്യമാണ്. പിന്നുള്ളത് ശുചിത്വം, വസ്ത്രധാരണവും ശുചിത്വം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കയറി വരികയാണ്, നമ്മൾ വേനൽക്കാലം പോലെയല്ല, നമ്മളൊരു വെറ്റായിട്ടിരിക്കുന്ന സർഫസിൽ എപ്പോഴും അഴുക്കുകൾ പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അത് ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നെങ്കിൽ ഉടനെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. വെറ്റായിട്ട് വന്നാൽ ഉടനെ തന്നെ നമ്മളല്ല, ഞാനിനി ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ചിട്ടൊക്കെ
മാറ്റാമെന്ന് വിചാരിക്കാതെ വന്ന ഉടനെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വന്ന ഡ്രസ്സ് മാറ്റണം. അല്ലെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വെറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ക്ലൈമറ്റ് തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള വസ്ത്രം. ഇപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ മഴക്കാലത്ത് നമ്മൾ കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക, അതിൽ വെള്ളം ഒരുപാട് ലോഗ് ചെയ്ത് നിൽക്കും. മറ്റേ അല്ലാത്ത സിന്തറ്റിക് ക്ലോത്ത്സ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ എളുപ്പം വെള്ളം വാർന്നു പോകുന്നു. ഇപ്പോൾ നമ്മളൊരു ട്രാവലിലാണെന്ന് വിചാരിക്കും, ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നു, നനയുന്നു. അപ്പോൾ നമ്മൾ ആ വെറ്റായിട്ടിരിക്കുമ്പോൾ ശരിക്കും ഈ മറ്റ് സിന്തറ്റിക് ക്ലോത്ത്സ് ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി നമ്മുടെ ശരീരത്തിൽ തട്ടാതെ വെള്ളം കൂടുതൽ നമ്മുടെ ശരീരത്തിലോട്ട് വരാതെ അതെ, കോട്ടൺ ആണെങ്കിൽ അത് ഉണങ്ങുന്നത് വരെ ആ തണുത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുട് വെയറൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സേഫായിട്ടുള്ള സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വെളിയിൽ പോകരുതെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ പോകുന്ന എന്തെങ്കിലും അപ്പം നമ്മൾ ഫുഡ് ഇപ്പോൾ എത്ര കരുതുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. നമ്മുടെ വെള്ളത്തിൻ്റെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ എത്രയൊക്കെ ശുചിയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ശുചിയായ ആഹാരങ്ങൾ കഴിക്കുന്നതിനും ഇപ്പോൾ ഈ നമ്മൾ അറിയാമല്ലോ ഈച്ച പോലത്തെ സാധനങ്ങളൊക്കെ കൂടുതലാണ് ഈ മഴക്കാലത്ത്. അപ്പം അതെല്ലാം വന്നിരുന്ന് ഫുഡെല്ലാം കേടായിരിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊന്നും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഫുഡ് നമ്മൾ തണുത്തല്ലേ ഇരിക്കും, പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ ഈ സെയിൽ ചെയ്യുന്നവർ തന്നെ അതിന് കുറച്ചൊന്ന് ചൂടാക്കി നമുക്ക് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ ചൂടാക്കി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ചൂടാക്കുമ്പോൾ ഈ അണുക്കൾ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് സാധ്യത. നല്ലതായിട്ട് ബോയിൽ ചെയ്താൽ അത് നശിച്ചു പോകും, പക്ഷെ ആ ബോയിൽ ചെയ്യാൻ പറ്റാത്ത ഫുഡുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഫുഡാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി തരും. അപ്പം നമ്മൾ വളരെ സന്തോഷമായിട്ട് കഴിച്ചിട്ട് പോകും. വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ബാക്കി അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുഡിൻ്റെ ശുചിത്വവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ മഴക്കാലത്ത് നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഗർഭിണികൾക്കും വെള്ളം കുടിക്കാൻ കുറച്ച് മടിയായിരിക്കും, തണുപ്പാകുമ്പോൾ വെള്ളത്തിൻ്റെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലാത്ത സമയത്ത് ആവശ്യമുള്ള അത്രയും വെള്ളം തന്നെ മഴക്കാലത്തും വേണം. തന്നെ നമുക്ക് ആകെ സ്വെറ്റിൽ കൂടെ നഷ്ടപ്പെടുന്ന ജലാംശം നഷ്ടം മാത്രമേ മഴക്കാലത്ത് വരാതുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണമെന്ന് തന്നെ യൂറിനും പാസ് ചെയ്യണം. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷനാണ് നമ്മൾ ഗർഭകാലത്ത് ഏറ്റവും നിർജ്ജലീകരണം മൂലം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു കാര്യം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഒരു കോളർ ഉണ്ട്. ഹലോ, എവിടുന്നാ വിളിക്കുന്നത്? പേര് പറയാമോ? രശ്മി. രശ്മി, സംസാരിച്ചോളൂ ഡോക്ടറെ അടുത്ത്. ഹലോ. പറയൂ. ഡോക്ടർ, ഞാൻ 5 മാസം ഗർഭിണിയാണേ. ചോദിക്കാനാണ് വിളിച്ചത്. ഒന്ന്, ഈ മഴക്കാലത്ത് നമ്മൾ ഫുഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ള അല്ലേ? നമ്മൾ ആ കഴിച്ചിരുന്ന ഫുഡുകൾ തന്നെ കഴിക്കാമോ, അതോ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ? പറയൂ. രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ ഇപ്പൊ എല്ലാരും ഓഫീസിലും ജോലിക്കൊക്കെ പുറത്തു പോകുന്നവരാണ്. അമ്മയായാലും കുട്ടിയും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമെന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളല്ലാതെ സമയത്ത് കഴിക്കുന്ന എല്ലാ ഫുഡും ഗർഭകാലത്തും കഴിക്കാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഗർഭകാലത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിച്ചാലും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡുകളെല്ലാം പെട്ടെന്ന് തണുപ്പാവാനൊരു സാധ്യതയുണ്ട്, തണുത്ത് പോകാൻ. ഇപ്പോൾ തണുത്ത് പോകുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി എന്താണ്, അതിനെ ഒന്ന് ചൂടാക്കി കഴിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടും, അന്തരീക്ഷത്തിൽ ആ തണുപ്പുള്ളപ്പോൾ. ഇപ്പോൾ ചെറിയ ചൂടാക്കൽ, കുറച്ച് ചൂടാക്കുമ്പം എന്തെങ്കിലും ഫുഡിന് ചെറിയ കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കേടാവാനും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡാണ് എപ്പോഴും നല്ലത് മഴക്കാലത്ത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകാനോ തണുത്ത് പോകാനോ ഒക്കെ ഉള്ള സാധ്യത കൊണ്ട് നമ്മൾ ഫ്രഷായിട്ട് കഴിക്കും. പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കത് സേഫാണെന്നുള്ള സ്ഥലത്തു നിന്നുള്ള ഫുഡ് വേണം കഴിക്കാനായിട്ട്. വഴിയോരങ്ങളിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഫുഡൊക്കെ പലപ്പോഴും നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വഴിയോരങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ വഴിയോരം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന ഫുഡിൽ ഈച്ചയെല്ലാം വന്നിരുന്നത് കേടാകുന്നതിന്. അപ്പം അങ്ങനെ നമ്മൾ വെളിയിൽ നിന്നുള്ള ഫുഡ് കുറയ്ക്കാൻ ശ്രമിക്കുക, വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. വേറെ ഫുഡിലൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ ക്ലൈമറ്റിലും എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം.
വെള്ളം ധാരാളം കുടിക്കണം എന്നുള്ളത് പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ കുറച്ച് മടിയായിരിക്കും. അതെ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. വെള്ളം പെട്ടെന്നൊന്ന് പോയി പൈപ്പ് വെള്ളം അല്ലെങ്കിൽ അല്ലാതെയുള്ള വെള്ളം എടുത്തിട്ട് ചുമ്മാ ഒന്ന് ചൂടാക്കി കുടിക്കാൻ ശ്രമിക്കരുത്. നല്ലവണ്ണം തിളപ്പിച്ചാറി അടച്ചു വെച്ചിരിക്കുന്ന വെള്ളം, ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ അപ്പം തന്നെ നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ചൂട് വേണമെങ്കിൽ പലരും ചെയ്യുന്ന എന്താണ്, തിളപ്പിക്കും വെള്ളം, പിന്നെ കുറച്ച് അല്ലാത്ത വെള്ളം കൂടെ മിക്സ് ചെയ്യും. അത് ഒട്ടും നല്ലതല്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ചൂട് വെച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് വെളിയിൽ പോയിട്ട് വരുന്ന ആൾക്കാർ. നമ്മൾ ഈ മഴക്കാലത്ത് എല്ലാ രോഗങ്ങൾക്കും കൂടുതൽ സാധ്യത തന്നെയാണ്. അപ്പോൾ ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനമാണ്. അപ്പോൾ പുറത്തൊക്കെ ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട്, അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഈ ജലദോഷം പോലുള്ള ഫ്ലൂ പോലുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും പുറത്ത് പോകുന്നെങ്കിൽ നമ്മൾ അവരൊക്കെ വരുമ്പോൾ ഒന്ന് മാസ്ക് വയ്ക്കുക. അവർ പുറത്തൊക്കെ പോയിട്ട് വന്ന് അവരൊന്ന് ക്ലീനായി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മാസ്ക് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ ഗർഭിണികൾ എൻ്റെ അഭിപ്രായത്തിൽ പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിച്ചാൽ വളരെ നല്ലതാണ്. നമുക്കറിഞ്ഞൂടാ നമ്മളുമായിട്ട് ആരൊക്കെയാണ് കോണ്ടാക്റ്റിൽ വരുന്നത്, അവർക്ക് എന്താണ് അസുഖമുള്ളത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഒരു മാസ്ക് ധരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഗർഭകാലം ഇപ്പം 5 മാസം അല്ലേ, 5 മാസം. അപ്പോൾ ഗർഭകാലത്ത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളായി ഏത് നിമിഷം വേണമെങ്കിലും മാറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വീടും പരിസരവും, നമ്മുടെ ശുചിത്വം, വ്യക്തി ശുചിത്വം, നമ്മൾ വീട്ടിലുള്ള ആൾക്കാരുടെ ശുചിത്വം, പരിസര ശുചിത്വം. പരിസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മഴക്കാലത്ത് ഡെങ്കു പോലുള്ള അസുഖങ്ങൾ, കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കൊതുക് നമ്മളെ കടിക്കാതെ ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ട് പരിസരം നമ്മൾ ഡ്രൈ ആയിട്ട് വയ്ക്കുക. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്ന തെങ്ങെന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. പക്ഷേ അതിൽ കൂടെ ഈ നമ്മുടെ തേങ്ങയുടെ ചിരട്ട എന്ന് പറയില്ല, എൻ്റെ ഔട്ടർ ഷെല്ല്, അത് എവിടെ കിടന്നാലും കൊതുക് പെരുകാൻ സാധ്യത. എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം വീണാൽ അതങ്ങ് വറ്റി പോവില്ല, അതിലിങ്ങനെ കെട്ടി നിൽക്കും എത്ര അതൊരു സോഴ്സായിട്ട്, കൊതുക് വളരുന്ന ഒരു സോഴ്സായിട്ട്. അപ്പോൾ അതുപോലെ ടിന്നുകൾ, നമ്മുടെ ഡപ്പകളെല്ലാം അലക്ഷ്യമായിട്ട് പുറത്തെറിയാതെ, അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് പരിസരത്തൊക്കെ ഒന്ന് നടന്ന് നോക്കി എവിടെയെങ്കിലും വെള്ളം ഇരിക്കുന്നെങ്കിൽ ആ കണ്ടെയ്നേഴ്സും ചിരട്ടയൊക്കെ ഒന്നെടുത്ത് കമത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊതുക് വളരുന്നത് കുറയ്ക്കാൻ പറ്റും. കൊതുകിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കൊരു വിധത്തിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ ഗർഭകാലം എല്ലാ പ്രശ്നമൊന്നുമില്ല നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ രശ്മി, താങ്ക്സ് ഫോർ കോളിംഗ് രശ്മി. തുടരാം ഡോക്ടർ. നമുക്ക് ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം കൊതുക് ഒരുപാട് കൂടുന്ന സമയമാണ്. അപ്പം നമ്മൾ ഈ ഓഡോമോസ് ഒക്കെ തേക്കുന്നത് സേഫ് ആണോ, അല്ലെങ്കിൽ ഈ കോസ്മെറ്റിക്സ് ഒക്കെ എത്രത്തോളം ഗർഭകാലത്ത് ഉപയോഗിക്കും? ശരിക്കും നാച്ചുറൽ പ്രിവെൻഷൻ ആണ് നല്ലത്. ഇതിനകത്തൊക്കെ കുറച്ച് കെമിക്കൽസ് ഉണ്ട്, അതിന് തന്നെ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഒഡോമോസ് യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് സമയം കോണ്ടാക്ട്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു സെൻസിറ്റിവിറ്റിയും കുറച്ച് കൂടുതലാണ്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. പിന്നെ സ്കിന്നൊക്കെ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ, അപ്പോൾ അബ്സോർപ്ഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുക. ഇപ്പം ഞാൻ പറയാം, നമ്മൾ അവിടെയെല്ലാം നമ്മൾ നോക്കുന്നത് ഏതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്. ഭയങ്കര കൊതുക് അടിക്കുന്ന സ്ഥലമാണ്, നമുക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ ഒഡോമോസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൊതുക് അടിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും, മനസ്സിലായി? അപ്പം നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഈ സ്പ്രേ എന്നൊക്കെ പറയുന്ന എല്ലാം നമ്മൾ ശ്വാസകോശത്തിലോട്ടാണ് പോകുന്നത്. എന്തിനു വേണമെങ്കിലും ഇപ്പം പണ്ടത്തെക്കാളും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ അലർജി സെൻസിറ്റിവിറ്റി എല്ലാവർക്കും ഒരുപാട് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ അങ്ങനെയല്ലല്ലോ വളർത്തുന്നത്, വളരെ ഭദ്രമായിട്ട് വളർത്തുന്ന കാരണം അവരുടെ എക്സ്പോഷറിലൊക്കെ അലർജിയൊക്കെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മളതിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഗർഭാവസ്ഥയിൽ സ്വിമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ കുളത്തിൽ കുളിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് അഭിപ്രായം? എല്ലാ സോഴ്സും കുറച്ച് കേടാകുന്ന ഒരു സമയമാണ്. വാട്ടർ സോഴ്സസിന് എല്ലാം ഒരു പ്രശ്നം വരുന്ന
സമയമാണ് മഴക്കാലം. അത് വേറൊന്നും കൊണ്ടല്ല, പല സ്ഥലത്തുനിന്നും ഫ്ലോ ചെയ്ത് വെള്ളം അവിടെ. നമ്മുടെ ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ നമുക്ക് ക്ലീൻ ആണെന്ന് നമുക്കറിയാമായിരിക്കും, പക്ഷെ വേറെ സ്ഥലത്തുനിന്ന് വെള്ളം ഫ്ലോ ചെയ്ത് വരുന്നെങ്കിൽ ആ വെള്ളം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നുള്ളത് നമ്മൾ ഈ ഫ്ലോയിങ് വാട്ടർ മിക്കവാറും ക്ലീൻ ആയിരിക്കും എന്ന് തന്നെ ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ സ്റ്റാഗ്നൻ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം. നമ്മളിപ്പോൾ എലിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ എലിയെല്ലാം മൂത്രമൊഴിച്ച് വയ്ക്കുന്നതിന്, അപ്പം നമുക്ക് ഇപ്പോൾ പ്രായമായവർക്കെല്ലാം അറിയാം നമ്മൾ അങ്ങനത്തെ വെള്ളത്തിലൊന്നും നമ്മൾ ചവിട്ടാൻ പാടില്ല എന്നുള്ളത്. മൂത്രത്തിൽ കൂടെയാണ് പകരുന്നത് അണുക്കൾ. അപ്പോൾ ആ വെള്ളം ഇതിൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് അസുഖം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് എപ്പോഴും നമ്മളെ കാലെല്ലാം നല്ല ശുചിയായിട്ട് കഴുകണം. കഴുകി കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റും. പിന്നുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചവിട്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ചവിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ മഴ നനയുന്ന കാര്യം എല്ലാവർക്കും ഒരു സംശയമാണ്, മഴവെള്ളം നനഞ്ഞാൽ കുഴപ്പം വരുമോ? അതൊക്കെ കുറേ നമ്മുടെ ബോഡിയുടേതാണ്. ഇപ്പോൾ ചിലർക്ക് മഴവെള്ളം കൊണ്ടാൽ ഉടനെ തന്നെ ജലദോഷം വരും. അങ്ങനെയൊക്കെ ഉള്ളവരത് ഒഴിവാക്കുക. ഗർഭകാലത്ത് ഒരു പരീക്ഷണം ആരും നടത്തരുതെന്നുള്ളതാണ്. എന്നാൽ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും പോവാതിരിക്കുക. ശരിക്കും ഇറങ്ങി വ്യായാമം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഉണ്ട്. വ്യായാമമൊക്കെ ഈ പറഞ്ഞ പോലെ സ്ലിപ്പ് ചെയ്തൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. വ്യായാമം എന്ന് പറഞ്ഞാൽ ഗർഭകാലത്ത് എല്ലാ നമ്മുടെ ഫങ്ഷൻസും കുറച്ച് നിയന്ത്രണം ഉള്ളതാണ്. മഴക്കാലത്ത് അതിൻ്റെതായ ഒരു നിയന്ത്രണം കൂടെ നമുക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പം മഴവെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ശുദ്ധമായ വെള്ളം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ആദ്യം പെയ്യുന്ന മഴയിൽ ഇപ്പോൾ നമ്മളെ അന്തരീക്ഷത്തിലെ മലിനീകരണ സാധനങ്ങൾ, മാലിന്യങ്ങളും കൂടെ കൊണ്ടാണ് അതിങ്ങനെ വീഴുന്നത്. ഇപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ടെറസിലൊക്കെ വെള്ളം കളക്ട് ചെയ്താൽ ആദ്യത്തെ വെള്ളം ഇവിടെ ഇടയ്ക്കുള്ള മഴയിൽ വെള്ളമൊക്കെ നല്ലതായിരിക്കും. പക്ഷെ അതുപോലെ ആയിരിക്കണമെന്നില്ല എല്ലായിടത്തെയും വെള്ളം. അപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻസിനറേറ്റർ ഉണ്ടെങ്കിൽ അതിലെ സ്മോക്ക്, അപ്പം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മഴവെള്ളം ശുദ്ധമാണെന്ന് പറഞ്ഞാൽ മഴവെള്ളം തന്നെ ആയിരിക്കണം. അത് ഈ ബാക്കി മാലിന്യങ്ങളും കൂടെ വഹിച്ചുകൊണ്ട് വരുന്ന വെള്ളമാണെങ്കിൽ ശരിക്കും അത് നല്ലതായിരിക്കും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ശുദ്ധം മഴവെള്ളം അത് കുടിച്ചാൽ പോരെ എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഫുഡ്, ഇപ്പോൾ പഴം, പച്ചക്കറി, ഇതെല്ലാം നമ്മളത് എവിടെയൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. മഴക്കാലത്ത് ഇപ്പം നമുക്ക് ആ സമയം നമുക്ക് വെള്ളം ഷോർട്ടേജ് വളരെ കുറവാണ്. വരാം, എന്നാലും പൈപ്പൊക്കെ പൊട്ടി നമുക്ക് കിട്ടാതെ വരാം, എന്നാലും നമുക്ക് വലിയ ദൗർലഭ്യം കാണാത്ത ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലോണം ഈ സാധനമൊക്കെ കഴുകി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം കഴുകി തന്നെ നമ്മൾ ഉപയോഗിക്കണം. പിന്നുള്ളത് സ്വയം ചികിത്സ കുറച്ച് കുറയ്ക്കണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്ത് വരുന്ന പനികളെല്ലാം മിക്കവാറും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഡെങ്കു ഫീവറായിട്ടായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ അപ്പോഴേ ഗർഭകാലത്ത് തന്നെ ഈ പനി എന്ന് പറയുന്നത് ശരിക്കും പനിയെന്ന് പറയുന്നത് അസുഖമല്ല, അതൊരു നമ്മുടെ ഒരു ലക്ഷണമാണ്. ഏതോ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പനി വരുന്നത്, അസുഖം പിടിക്കുമ്പോൾ. അപ്പോൾ അത് വെറും പനിയല്ലേ, പാരസെറ്റമോൾ തിന്നുകൊണ്ടിരിക്കാം, അങ്ങനെ ആരും വിചാരിക്കരുത്. ഗർഭകാലത്ത് നമ്മുടെ അങ്ങനത്തെ പരീക്ഷണങ്ങൾക്കൊന്നും പോവരുത്. ഇപ്പോൾ ഡോക്ടറെ കണ്ട് ഇപ്പോൾ ഒരു ദിവസം രാത്രിയാണ് പനി വരുന്നത്, അപ്പോഴും നമ്മളൊരു പാരസെറ്റമോൾ തിന്നാൽ കുഴപ്പമില്ല. അടുത്ത ദിവസം ആകുമ്പോഴും വീണ്ടും വയ്യെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് അതിനാവശ്യമായ ടെസ്റ്റുകളൊക്കെ, ഏത് അസുഖമാണ്, ഏത് പനിയാണ്, പല പനികൾക്കും ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്, നമുക്ക് പുറത്ത് റാഷ് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കിയിട്ട് ഡോക്ടറെ കണ്ട് ശരിക്കും നമ്മൾ ഗർഭകാലത്ത് എപ്പോഴും നമ്മൾ സംശയങ്ങൾ തന്നെ ദൂരീകരിക്കാൻ ഇരിക്കരുത് എന്നുള്ളതാണ്. ഒരു ചെറിയ ചാൻസ് ഒക്കെ എടുക്കാമെന്നല്ലാതെ നമ്മൾ ദിവസങ്ങളോളം പനി വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ചുമ വന്നു എന്ന് വിചാരിക്കുക, അത് ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള സാധ്യത ഗർഭിണികൾക്ക് വളരെ കൂടുതലാണ്. മഴക്കാലത്ത് അത് വരും. പിന്നുള്ളത് ഈ നമ്മുടെ ശ്വാസകോശമൊക്കെ കുറച്ച് കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്, വയറ് വലുതായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നത് കോംപ്ലിക്കേഷനിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ വയറിളക്ക വയറിളക്കം തന്നെ അങ്ങ് തുടങ്ങിയാൽ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് പ്രോഗ്രസ് ചെയ്യും. ഒരു ചെറിയ വയറിളക്കം അല്ലേ എന്ന് നമ്മൾ
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഈ ജലജന്യ രോഗങ്ങളാണ്. ജലത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങൾ. അത് ചിലപ്പോൾ വലിയ പനിയൊന്നും കാണണമെന്നില്ല. ആദ്യം ചിലപ്പോൾ ഒരു ദേഹം വേദന അങ്ങനത്തെ അസുഖമൊക്കെ ആയിരിക്കും. അത് നമുക്ക് ബാക്കി ലക്ഷണങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് നമുക്ക് മഞ്ഞപ്പിത്തം പോലെ അല്ലെങ്കിൽ ലിവറിനെ ബാധിച്ച് അതൊരു സീരിയസ് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ജോണ്ടിസ് ഗർഭകാലത്ത് വരുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. നമുക്ക് ജലത്തിൻ്റെ ശുദ്ധമായ ജലം തന്നെ നമ്മൾ ഉള്ളിൽ പോകണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം മഴക്കാലത്ത് കൂടുതലായിട്ട് മസിൽ പിടിച്ചു കയറുക കാലില്, അങ്ങനെ പൊതുവെ ഗർഭിണികൾ കേട്ടിട്ടുണ്ട്. ഗർഭിണികൾക്കല്ലാതെ തന്നെ ഈ മസിലിലെ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ചെറിയ ചെറിയ മരുന്നുകളുണ്ട്. പിന്നെ അത് വരാനുള്ള ഒരു മെയിൻ റീസൺ പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നമ്മളിപ്പം നല്ല ചൂടായിട്ടിരുന്നിട്ട് അത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചൂട് വയ്ക്കുകയോ അങ്ങനെ പലപ്പോഴും ഉറങ്ങുമ്പോൾ ഇങ്ങനെ മസിൽ പിടിക്കാറുണ്ട്. അത് നമ്മൾ മിക്കവാറും കണ്ടിരിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ ഫാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പം കാണാം. ഗർഭകാലത്തല്ലാതെ തന്നെ നാച്ചുറലി തന്നെ ഇങ്ങനത്തെ ക്രാംസ് വരാറുണ്ട്. അത് നമ്മൾക്ക് ചെറിയ ചെറിയ മരുന്നുകൾ ലഭ്യമാണ്. അത് പൂർണ്ണമായിട്ട് മാറണമെന്നില്ല മരുന്നിൽ തന്നെ. അത് കുറച്ച് നമ്മൾ കാലൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതെ. അപ്പോൾ അതൊക്കെ നമുക്ക് തനിയെ തന്നെ നമുക്കതെങ്ങനെ നിയന്ത്രിക്കാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിലില്ലെങ്കിൽ ചെറിയ മരുന്ന് കുറവായോണ്ടാണ് വെള്ളം കുടിച്ചാൽ കുറയാലോ വരാം. അതാ ഞാൻ പറഞ്ഞത്, ഗർഭകാലത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ജലപാനം എന്നുള്ളത്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ 1-2 പല ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നുള്ളത് നമ്മൾ വാക്സിനേഷൻ എടുക്കാവുന്ന രോഗങ്ങൾ, ഇപ്പോൾ ന്യൂമോണിയ ഇതിനൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസയ്ക്കൊക്കെ ഇപ്പോൾ വാക്സിനുണ്ട്. ഗർഭിണികൾക്ക് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സീസൺ വരുമ്പോൾ അത് അവരെ ബാധിക്കാതിരിക്കും. ബാധിച്ചാൽ തന്നെ അതിൻ്റെ സിവിയറിറ്റി കുറവായിരിക്കും, കാഠിന്യം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത്, സ്വിമ്മ് ചെയ്യുന്നത് നല്ലതാണോ ഈ സമയത്ത്? ഈ ഗർഭകാലത്ത് എത്ര സ്വിം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സ്വിമ്മിങ് റെഗുലറായിട്ട് ചെയ്യാൻ അതൊക്കെ കുറച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗർഭകാലത്ത് പരീക്ഷണങ്ങൾ പാടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു തോത് കുറച്ചിട്ട്, ഇപ്പൊ സ്വിം ചെയ്യുന്ന ആളാണെങ്കിൽ സ്വിം ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ലോണം അപ്പോഴൊരു സ്വിമ്മിങ് പഠിക്കാൻ പോകരുത്. അല്ലെങ്കിൽ ഒരു ഡാൻസ് പഠിത്തം തുടങ്ങാൻ പോകരുത്. എന്നാൽ ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ ഗർഭകാലത്തിരുന്ന് ബോറടിക്കുന്ന, എന്നാൽ ഒരു ഡാൻസ് പഠിച്ചു കളയാം. അല്ല ലൈറ്റായിട്ടൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു പരീക്ഷണത്തിന്റെ കാലമല്ല അത്. ഫുഡ് ഐറ്റംസും അങ്ങനെയാണ്. പലരും പറയും ഗർഭകാലത്ത് എനിക്കങ്ങ് കക്കയിറച്ചി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, ജീവിതത്തിൽ അതുവരെ തിന്നിട്ടില്ല. അപ്പം ഗർഭകാലത്തിന് അപ്പം നമ്മളെല്ലാവരോടും പറയുന്നത് ഗർഭകാലത്ത് ഒരു പരീക്ഷണത്തിന് ഇറങ്ങരുത്. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അത് ചിലർക്കത് അലർജിയോ അല്ലെങ്കിൽ അത് വയറിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയാൽ നമുക്ക് ഗർഭകാലത്ത് അസുഖം വരുന്നത് മാത്രമല്ല, അസുഖത്തിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ പ്രയാസം. ഒരു മരുന്നും അതെ. ഇപ്പം ഞാൻ പറയാം, എലിപ്പനിക്കിപ്പം നമുക്കറിയാം ഡോക്സിസൈക്ലിൻ എന്നുള്ള ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഇഫക്റ്റ് ആ തുടക്കത്തിലാണ്. 5 ദിവസം പനിയും വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ട് പോയി ഡോക്സിസൈക്ലിൻ തിന്നാൽ മാറില്ല. അത് അണുക്കൾ നമ്മുടെ ബോഡിയിൽ വന്ന് അതങ്ങോട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇത് കഴിച്ചാലാണ് അതിന് ഗുണം. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിലാക്റ്റിക് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ഇപ്പം കർഷകർ, മഴവെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവർ, ഫ്ലഡൊക്കെ വരുമ്പം കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറുമ്പോഴെല്ലാം നമ്മൾ ഈ ഡോക്സിസൈക്ലിനൊക്കെ കൊടുക്കുന്നതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ. പക്ഷെ ആ മരുന്ന് നമുക്ക് ഗർഭിണിയെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവർക്ക് ആൾട്ടർനേറ്റ് ഡ്രഗ് കണ്ടുപിടിക്കണം. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ, ആരാ വിളിക്കുന്നത്? പ്രീത, കൊട്ടിയൂർ. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറയും ഡോക്ടറെ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. പറഞ്ഞു. 8 മാസമായി ഇപ്പൊ ഈ ടൈം മഴയുടെ ടൈം ആയത് കാരണം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാമോ ഡോക്ടർ? ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം മാഡം? ഫ്രൂട്ട്സ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയേ കഴിക്കാവുള്ളൂ. പിന്നെ അളിഞ്ഞ് ചീഞ്ഞൊക്കെ ഇരിക്കുന്ന കുറച്ച് കേടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കഴിക്കാതിരിക്കുക. ഫ്രഷായിട്ടുള്ള ക്ലീനായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കഴിക്കാൻ പ്രശ്നമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ തണുത്ത് പോയാൽ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മളങ്ങനെ തണുപ്പോടെ എടുത്ത് കഴിക്കാതിരിക്കുക. അല്ലാതെ ഒരു കുഴപ്പമില്ല, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും.
ഫ്രൂട്ട്സിനൊന്നും അതുപോലെ മുന്തിരിങ്ങയൊക്കെ കഴിക്കാമോ ഡോക്ടർ? മുന്തിരിങ്ങ കഴിക്കാൻ മുന്തിരിങ്ങയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മുന്തിരിങ്ങയിൽ ഒരുപാട് ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മുന്തിരിങ്ങ പലപ്പോഴും നമ്മൾ പല ടി വികളിലൊക്കെ തന്നെ പല ഷോയിലും കാണിച്ചിട്ടുണ്ട് ഈ മുന്തിരിങ്ങയിൽ അവരിത് കൊണ്ടുപോയി ഡിപ്പ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് നമ്മൾ പോവാനായിട്ട് കുറേ സമയം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ വിനീഗർ ഇട്ട് വെച്ച് പലവട്ടം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് മഴക്കാലത്ത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടുതൽ പെട്ടെന്ന് കേടാവും. പിന്നെ മഴക്കാലത്ത് ചിലവ് കുറവാണല്ലോ. ഇപ്പോൾ ഫ്രൂട്ട്സ് കടകളിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാവരും മഴക്കാലത്ത് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള താല്പര്യവും കുറയും അവരുടെ. അപ്പോൾ അത് ഇരുന്നും കേടാകാനുള്ള, അപ്പോൾ അത് ഇരുന്ന് കേടാകാതെ വീണ്ടും അവരെന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു. അപ്പോൾ അതിന് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്, അതേ ഉള്ളൂ. അല്ലാതെ കഴിക്കരുതെന്നൊരു ഇതില്ല, നമുക്കത് വിശ്വസിച്ച് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും, നല്ലത് തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മരുന്നുകൾ. അതെ, ഇപ്പം ഗർഭകാലത്ത് ഇപ്പോൾ ഏത് ട്രൈമസ്റ്ററിലാണെങ്കിലും, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണെങ്കിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം നമ്മൾ അനാവശ്യമല്ല, ആവശ്യമാണെങ്കിലും ചില മരുന്നുകൾ വൈകല്യമൊക്കെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗർഭകാലത്ത് അസുഖമേ ഒന്നും വരാതെ നമ്മളാൽ പറ്റുന്ന അത്രയും ശ്രദ്ധിക്കുക. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ വന്നെന്നിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള അസുഖം നമുക്കൊരു ഗർഭിണിക്ക് വന്നെന്ന് വിചാരിക്കും. പ്രസവ സമയം അടുത്തിരിക്കുമ്പോഴാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തസ്രാവം ഉണ്ടാവാനും കരൾ ഫെയിൽ ചെയ്തുപോലെ ലിവറിൻ്റെ പ്രവർത്തനം നിലയ്ക്കാനും, ഇപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം നിലച്ച ഉടനെ കിഡ്നിയും ബാധിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം വന്നു കയറുന്ന അസുഖം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വരാതെ ഇരിക്കും. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ അത് വരാതെ നോക്കുക എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര പേടിയുള്ളതാണ്. ഗർഭകാലത്ത് വരുന്ന മഞ്ഞപ്പിത്തം ഏതായാലും എനിക്കൊക്കെ ഒരുപാട്, ഞാനൊക്കെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ ഒരുപാട് മദേഴ്സ് മരിച്ചു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഹോസ്പിറ്റലിൽ ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പം എത്ര ഫെസിലിറ്റി ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫലിക്കാത്തൊരു അസുഖം പോലെയാണ്. പ്രത്യേകിച്ചും പ്രസവ സമയത്തൊക്കെ ആണെങ്കിൽ അത് അമ്മയെ രക്തസ്രാവമൊക്കെ വന്ന അമ്മമാർക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്, കുഞ്ഞുങ്ങളകത്ത് കിടന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ എണ്ണ തേച്ച് കുളിക്കുക അതൊക്കെ നല്ലതാണോ ഈ മഴ സമയത്ത്? ശരിക്കും പറഞ്ഞാൽ ഗർഭകാലത്ത് എണ്ണ തേക്കുന്നത് വളരെ കെയർഫുള്ളായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എണ്ണയും തേച്ച് നമ്മളങ്ങ് വാഷ്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ലിപ്പിംഗ് ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ആ സോപ്പും കൂടെ ഇടുമ്പോൾ. ഈ ഗർഭിണികളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രസവശേഷമാണെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് നാൾ നമുക്കൊരു ഗർഭിണികൾക്കൊരു ചെറിയ വീക്ക്നെസ്സും പ്രശ്നങ്ങളും ഒക്കെ കാണും. അപ്പോഴാണ് ഈ കൂടുതൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്നത്. അപ്പോൾ അത് സാധാരണ ആൾക്കാർക്കുള്ളതാണ്, ഗർഭിണി അല്ലാത്തവർക്ക് ഇതേ പ്രശ്നമുള്ളതാണ്. ഈ എണ്ണ ഇട്ടിട്ട് നമ്മളെ ബാത്റൂംസൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും വീടുകളിൽ നല്ല ടൈൽഡ് ബാത്റൂമാണ്. അപ്പം നമ്മൾ അതിനുള്ള കെയർ എടുത്ത് തന്നെ കയറണം കേട്ടോ. വാഷ്റൂമിൽ കയറുമ്പോൾ എണ്ണ ഇടുന്നത് കുഴപ്പമൊന്നുമില്ല, എണ്ണ ഇട്ടിപ്പോൾ ചൂടുവെള്ളം കുളിക്കണമെങ്കിൽ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ എത്ര ഗുണമുണ്ടെന്ന് നമുക്ക് പറയാനറിയില്ല. പക്ഷെ ചിലർക്ക് അതിനകത്തൊരു വിശ്വാസമാണ്, നമുക്ക് ഇന്ന എണ്ണയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഒരു വെൽബീയിങ് അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് ഒരു സുഖമുണ്ട് എന്നൊക്കെ തോന്നുന്നു. ചൂടുവെള്ളം വേറൊന്നും കൊണ്ടല്ല, തണുപ്പിൽ നമുക്ക് എണ്ണയും കൂടെ ഇടുമ്പം കൂടുതൽ തണുപ്പായിട്ട് തോന്നും. കൂടുതൽ തണുപ്പായിട്ട് അല്ല, പൊതുവെ മഴ സമയത്ത് ഗർഭിണികൾ ചൂടുവെള്ളം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്തായാലും ഗർഭകാലത്ത് ഇപ്പോൾ ഒരുപാട് നേരം തണുപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കാനൊന്നും ആർക്കും പറ്റില്ല, മനസ്സിലായി. അപ്പം അത് ചൂടുവെള്ളം ആണെങ്കിൽ ചൂടുവെള്ളം നിർബന്ധമൊന്നുമില്ല, ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ക്ലൈമറ്റ് ഒക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഐസ് കോൾഡൊന്നും അല്ല, അങ്ങനെ ഐസ് കോൾഡൊന്നും അല്ല. അപ്പം നമുക്ക് അവർക്ക് എന്താണ് കംഫർട്ടബിൾ, ചിലർക്ക് ചൂടുവെള്ളം കുളിക്കാൻ ഇഷ്ടം കാണില്ല, അതൊക്കെ അവർ ശീലിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്യാം. വെള്ളം നല്ലതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര മാസം വരെ ഈ ജലദോഷവും ചുമയൊന്നും വരാതെ നമ്മൾ? അത് 100% നമുക്ക് വരാൻ നോക്കാൻ പറ്റില്ല, പക്ഷെ ഗർഭകാലം മുഴുവനും. പ്രസവശേഷം വന്നു കഴിഞ്ഞാൽ എന്താണ്
കുഞ്ഞിനും കൂടെ പ്രശ്നമാണ്. അമ്മയ്ക്ക് എന്തായാലും മുലയൂട്ടിയല്ലേ പറ്റുള്ളൂ. മുലയൂട്ടുന്ന കുഞ്ഞിന് അത് വീണ്ടും വരും. കുഞ്ഞിന് അസുഖം വന്ന ഇതിനേക്കാളും മെനക്കേടാണ്. അവർക്ക് എന്താണ് അസ്വസ്ഥതയെന്ന് പറയാനറിയില്ല, മരുന്നുകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് ഗർഭകാലം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കുറവാണ്. രോഗപ്രതിരോധ ശേഷി കുറവെന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയാൽ അത് അണുക്കൾ നമ്മുടെ പുറത്തോട്ടങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ കയറിയാൽ അത് പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അസുഖങ്ങൾ വരും. അപ്പം അത് നമ്മളൊരു പ്രിവെൻഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ പഠിച്ച ഒരു പാഠമാണ് കോവിഡ്. നമ്മൾ അത്രയും നാൾ നമുക്ക് ഒരു മാസ്ക് വയ്ക്കുന്ന ഒരു ശൈലി, ശരിക്കും പറഞ്ഞാൽ കോവിഡിന് മുമ്പ് ആര് മാസ്ക് വെച്ചുകൊണ്ട് നടന്നാലും നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ ക്യാൻസറാണ് അല്ലേ, അങ്ങനെയാണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. പറഞ്ഞാൽ അന്ന് RCCയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രോഗികളാണ് മെയിൻലി അവർ മാസ്ക് വെച്ച്, അവർക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്ത് മാസ്ക് വെച്ച് ശീലിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് മാസ്ക് മാറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. എനിക്ക് എപ്പോഴും പെട്ടെന്ന് കോമൺ കോൾഡൊക്കെ വരുന്നത്. പക്ഷെ മാസ്ക് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നേ ഇല്ല. മറ്റേ ഒരു ഈ മഴ സീസണിൽ അല്ലാതെ ഈ കോൾഡൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് വരും. മിക്കവാറും നമുക്ക് കിട്ടുന്ന പേഷ്യൻസിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഗർഭകാലത്ത് കഴിയുന്നതും മാസ്ക് വയ്ക്കുന്നത് തന്നെ നല്ല, മാസ്ക് വയ്ക്കുന്നത് തന്നെ. നമ്മൾ എക്സർസൈസ് ഒന്നും ചെയ്യുമ്പോഴല്ല, ആ സമയത്തൊന്നും നമ്മൾ മാസ്ക് പറയുന്നില്ല. നമ്മളൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും വരുന്നതേ നമ്മളിപ്പോൾ ഗർഭകാല ചെക്കപ്പിനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അസുഖമൊന്നുമില്ല. അതിൽ ചുമയുള്ള ഗർഭിണികൾ കാണും, ഗർഭിണികളുടെ കൂടെ വരുന്ന അസുഖമുള്ള ആൾക്കാർ കാണും. അപ്പം നമ്മളെല്ലാം ഈ അണുക്കൾക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്. എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി നമുക്ക് അനുഭവിച്ചേ മതിയാവുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ മാസ്ക് ധരിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് ഗർഭകാലത്ത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യാം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ ഇടയ്ക്കൊക്കെ ഒന്ന്, ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാസ്കും സാനിറ്റൈസറും ഒന്നും എന്നും വേണ്ട. അത് നിലനിർത്തുന്ന രാജ്യങ്ങളുണ്ട്, നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെൽത്ത് ബേർഡൻ എന്ന് പറയുന്നത്, ഒരാളിനൊരു അസുഖം വരുമ്പോൾ അത് ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ബേർഡൻ വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കി മേഖലകൾ പോലെയല്ല. ഒരു റിസോഴ്സ് നമ്മൾ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യും, പക്ഷെ അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു മേഖലയാണ് ആരോഗ്യ മേഖല അല്ലേ. ഗവൺമെൻറ്റിന് അത് ഭയങ്കര ചിലവാണ്. പക്ഷെ അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ആളിന് ഒരു ചുമ വന്നു, അയാൾക്കൊരു വെന്റിലേറ്റർ കെയർ വേണമെങ്കിൽ അത് ചുമ കൂടി ഒരു വലിയ ശ്വാസകോശ രോഗമായി. അതൊരു വെന്റിലേറ്റർ കെയർ വേണമെങ്കിൽ അത് എന്തുമാത്രം റിസോഴ്സ് നമുക്ക് വേണം. വെന്റിലേറ്ററിൻ്റെ പൈസ വേണം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ വേണം, അതിനുള്ള ഫെസിലിറ്റി വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ബേർഡൻ തന്നെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രസവരക്ഷ നമ്മൾ കുറേ കാലങ്ങളായി കണ്ടിരിക്കുന്നത് ആയുർവേദത്തിൻ്റെ ഒരു രീതിയാണല്ലോ. എന്തെങ്കിലും മോഡേൺ ഒരു ടെക്നിക്ക് അതിന് ഇപ്പം വന്നതായിട്ട് വല്ലതും ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പ്രസവരക്ഷയ്ക്ക് എത്ര ഇതുണ്ട് എന്നുള്ളതാണ്. പണ്ടത്തെ ഒരു ഗർഭകാലം ഇന്നല്ല ഇന്നത്തെ ഒരു ഗർഭിണിയുടെ സമയം. പണ്ട് നമ്മൾ ഗർഭകാലത്തൊരു പരിരക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിചരണം എന്ന് പറയുന്നത് വളരെ കുറവുണ്ടായിരുന്ന കാലമാണ്. 10-12 മക്കളുള്ളപ്പോൾ മിക്കവാറും അമ്മ ഡെലിവറി ചെയ്ത് കിടക്കുമ്പോൾ തന്നെ ആ വീട്ടിലൊരു മോളും ഡെലിവറി. അപ്പോൾ അവരെ പരസ്പരം കെയർ ചെയ്യാനോ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ഇപ്പം അങ്ങനെയാണോ ഏതെങ്കിലും ഗർഭിണികൾ? ഒരു അന്ന് പക്ഷെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 12 മക്കളുണ്ടെങ്കിൽ അവരുടെ മക്കള് 2 വയസ്സ് 3 വയസ്സുള്ള കുറേ ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കണം, ഈ ഗർഭിണികളെ നോക്കണം. പല നമ്മുടെ പ്രീവിയസ് ജനറേഷൻസ് നമ്മൾ നോക്കിയാൽ അമ്മയ്ക്കും അമ്മയുടെ മോക്കും ഒരേ ഏജിലുള്ള മക്കൾ ഇല്ല. എൻ്റെ ഫാമിലിയിലുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലുണ്ട്. അതാ ഞാൻ അമ്മായിയമ്മ, അമ്മ, മോള് എല്ലാം ഒരുമിച്ച് പ്രസവിച്ചു. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ, അതുപോലെ ദോഷങ്ങളും ഉണ്ട്. അപ്പം അന്നൊക്കെ ഈ പോഷകാഹാരക്കുറവും
ഗർഭകാലത്തെ ശ്രദ്ധയും ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അന്ന് ശരിക്കും കോംപ്ലിക്കേഷനും കുറവായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ആകെ ഒരു റെസ്റ്റ് കിട്ടുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ്. അപ്പം ആ സമയത്താണ് ഒന്ന് കിടക്കാനും ഒന്ന് ബോഡി തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനും നല്ല ആഹാരം കഴിക്കാനും എല്ലാം ഉള്ള അവസരം കിട്ടുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന് എത്ര ഇതുണ്ടെന്ന് എനിക്ക് പറയാൻ വയ്യ. പിന്നെ എല്ലാം ഒരു ഇപ്പം ഈ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പം ചൂടുവെള്ളം കുളിക്കുന്നതൊക്കെ ബോഡിയുടെ ഒരു വീക്ക്നെസ്സും പെയിനും ഒക്കെ കുറച്ച് കുറയ്ക്കും, ഒരു വെൽനെസ് നമുക്ക് കിട്ടും. പിന്നെ ഈ എണ്ണകളൊക്കെ തേക്കുന്നത് ഇപ്പം കേരളത്തിൻ്റെ ഒരു തനത് പാരമ്പര്യം എന്ന് പറയുന്നത് ആയുർവേദമാണ്. ആയുർവേദത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ ദോഷമുണ്ട്. ഒരു ദോഷത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ പല പേഷ്യൻസിനും നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ സിസേറിയൻ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോയിട്ട് അവർ തിരിച്ചു വരും ഭയങ്കര ഛർദിലൊക്കെ ആയിട്ട്. അപ്പോൾ ചോദിച്ചു കഴിയുമ്പം ഈ ആയുർവേദ പ്രിപ്പറേഷൻസ് എന്തോക്കെ അങ്ങ് വാങ്ങി തിന്നുകയാണ്, അതിലെന്തോ ഭയങ്കര രക്ഷ എന്ന് പറഞ്ഞിട്ട് അത് തിന്നിട്ട് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ്. പിന്നെ ഈ നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, പലതരം സ്പൈസസ് പല ആൾക്കാരും വീട്ടിലെ മെനു തന്നെ അങ്ങ് മാറ്റിക്കളയും. ഫിഷൊക്കെ ഉണ്ടാക്കുന്ന ഫിഷ് കറി ഇപ്പം നമ്മൾ സാധാരണ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ല, അതിൽ കുറേ പെപ്പർ, കുറേ മറ്റേ വേറെ എന്തോന്നോ സാധനമുണ്ട്, ഓമോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഭയങ്കര സ്പൈസി സാധനങ്ങളാണ്. കുഞ്ഞിനെയും ഇൻഡയറക്ട്ലി കുഞ്ഞിനെ ബാധിക്കുന്ന അമ്മയ്ക്ക് അസുഖം വന്നാൽ കുഞ്ഞിന് പാലില്ലാതെ പോകും, പിന്നെ പാല് കൊടുക്കാൻ പറ്റാതെ വരും. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറൊന്നും അതിന് കസ്റ്റംഡ് അല്ല, അവർ ഒരിക്കലും തിന്നിട്ടില്ലാത്ത ഒരു സാധനം ഈ പ്രസവിച്ച് ഇങ്ങോട്ട് വന്ന ഉടനെ അപ്പോൾ വയറ് ശരിക്കും പറഞ്ഞാൽ കുടലൊക്കെ ഞെരുങ്ങിയിരുന്നല്ലേ, അതൊന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊന്ന് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരുപാട് പോസ്റ്റ്നേറ്റൽ മദേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആയുർവേദം കൊള്ളൂല്ല എന്നോ അതിൻ്റെ വേറെ പ്രശ്നങ്ങളോ അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അമിതമായിട്ട് അതിൽ വിശ്വസിച്ചിട്ട് ഇതെന്തോ ഭയങ്കര മാജിക്കാണ് കാണിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. ഇപ്പോൾ ചെയ്യണമെന്നുള്ളവർ ട്രഡീഷണലായിട്ട് ചെയ്യണം. എന്താണെന്നറിയാമോ, ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്, ഇവരുടെ വിശ്വാസം അതാണ്. ഇത് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ചെയ്യാത്തതുകൊണ്ടാണ്. ആ ഒരു മാനസികമായ ഒരു മേക്കപ്പ് ഉണ്ട്, മെൻ്റൽ മേക്കപ്പ് ഉണ്ട് അവർക്ക് ഡെലിവറി കഴിഞ്ഞ്. ഇപ്പോൾ കേരളത്തിൽ അത് സാധാരണയായിട്ടുള്ളതാണ്, പ്രസവരക്ഷ വേണം എന്നുള്ളത്. അതിപ്പം മാറി മാറി വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും വർക്കിംഗ് വിമനൊക്കെ ആയപ്പോൾ രക്ഷയൊന്നും എടുത്തുകൊണ്ടിരിക്കാനൊന്നും ആർക്കും അത്ര ഒരു താല്പര്യമൊന്നും. അപ്പോൾ അവർ പുറത്തൊക്കെ ഇറങ്ങി ചെയ്യാത്തവർക്കും വലിയ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് വ്യായാമങ്ങളൊക്കെ റെഗുലറായിട്ട് പ്രസവത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ 45 ഡേയ്സ് ആണ്, അല്ലെ 6 വീക്സ്, 42 ഡേയ്സ്, 6 വീക്സ് ആണ് നമ്മളെല്ലാ ഓർഗൻസും പഴയതുപോലെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഗർഭം എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ണുതള്ളി പോകുന്നു, അത്രയ്ക്കാണ് എല്ലാ സിസ്റ്റത്തിലും. ഇപ്പോൾ ഹാർട്ട്, കിഡ്നി, ലങ്സ്, എല്ലാ സ്ഥലങ്ങളിലും ഇത് ഭയങ്കര വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ യൂട്രസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ള ഒരു കുഞ്ഞു ഓർഗൻ വളർന്നു വലുതായി 5-6 ലിറ്റർ കൊള്ളുന്ന ഒരു കുടം പോലെ ആയി വരുന്നത്. പിന്നെ അത് തിരിച്ച് ചുരുങ്ങി ഗർഭപാത്രം തിരിച്ച് ചുരുങ്ങിയില്ലെങ്കിലാണ് നമുക്ക് അത് പ്രസവ സമയത്ത് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് ചുരുങ്ങി വരുന്ന സമയമാണ് നമ്മൾ ഈ 6 ആഴ്ച പറയുന്നത്. അപ്പം നമ്മൾ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രസവിക്കുമ്പോൾ അടുത്ത ചെക്കപ്പ് എന്ന് പറയുന്നത് 6 വീക്സില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ 6 ആഴ്ചയാണ്. അത് ഇതിന് വേണ്ടിയിട്ടാണ്, എല്ലാ സിസ്റ്റവും പഴയതുപോലെ ആയോ എന്ന് നോക്കാനാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസൊക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും, ഈ ഹോർമോണൽ വ്യത്യാസം കൊണ്ട്. ഈ ഗർഭകാലത്തും അതുമല്ല, നമ്മുടെ ഹോർമോൺസ് എല്ലാം കുറച്ച് റിലാക്സിങ് ആണ്, റിലാക്സ് ചെയ്യുന്നത് നമ്മുടെ ബോഡി. അത് മസിൽസ് ആണെങ്കിലും ജോയിൻറ്റ്സ് ആണെങ്കിലും കുറച്ച്, പിന്നെ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള സ്ഫിങ്ക്റ്ററുകൾ, അതെല്ലാം ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം. അപ്പോൾ അതെല്ലാം പഴയതുപോലെ ആവണമെങ്കിൽ നമ്മൾ 6 വീക്സ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ സ്ട്രെന്യൂസ് ആയിട്ട് ഭയങ്കര എക്സർസൈസ് ഇതൊന്നും പറയാത്തത്, പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ. അത് തന്നെയാണ് ഈ ഡെലിവറി കഴിഞ്ഞാൽ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കാണുന്ന സാധാരണ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒബീസിറ്റിയാണ്. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ രക്ഷ കഴിയുമ്പം ഒരു 10 കിലോ നമ്മുടെ ഗർഭകാലത്ത് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 10 kg ആണ് ആവറേജ് വെയിറ്റ് ഗെയിൻ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു 20,
25 kg ആണ്. അത്ര രക്ഷയാണ് എന്ന് പറഞ്ഞാൽ അത്ര കെയറാണ്. പ്രഗ്നന്റ് ആവുന്ന മുതൽ ഡെലിവറി വരെയുള്ള സമയമാണ് നമ്മൾ ഈ 10 kg പറയുന്നത്. അല്ല നമ്മൾ പറയുന്നത് അത് ബേബി പ്ലാസന്റ് അതെല്ലാം കൂടെ ഒരു മുക്കാലങ്ങ് പോണം ഡെലിവറി കഴിയുമ്പോൾ. പലർക്കും അത് കുറയാറില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ്നേറ്റൽ കെയർ, ഡെലിവറി കഴിഞ്ഞുള്ള ഈ മരുന്നുകൾ പലതും ഭയങ്കര മധുരമുള്ളതും ഒരുപാട് നെയ്യ് എണ്ണ ഇങ്ങനെയൊക്കെ ചേർത്തതും. പിന്നെ വീട്ടിലെ അമ്മമാർ തന്നെ ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുമ്പോൾ അവൾ നല്ലതായിട്ടിരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യം പോകാൻ പാടില്ല, നിറം പോകാൻ പാടില്ല, നല്ല വണ്ണിച്ചിരിക്കണം, ആ ഒരു രീതിയിലുള്ള ഒരു കെയറങ്ങ് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ എന്താ പറ്റും, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും. പിന്നെ നമ്മൾ ഈ കൂടുന്ന വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര പ്രയാസം. അതെ. അപ്പോൾ ഞാനൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഡോക്ടർ ഇത്രയും വണ്ണത്തിയിരിക്കുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ കുഞ്ഞിലേ വണ്ണമുള്ള ആൾക്കാരാണല്ലോ. പ്രസവം കഴിഞ്ഞ ഉടനെ എല്ലാം നമ്മൾ വണ്ണം വയ്ക്കും. അത് ഈ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ വന്നു കഴിയുമ്പോൾ എന്തോ ജോയിൻസിനെല്ലാം പ്രശ്നം വരും, മുട്ടുവേദന, നടുവേദന, ഇങ്ങനത്തെ പ്രശ്നം വരും. ഡോക്ടർ, ഈ ന്യൂ ബോൺ ബേബീസ് അവരുടെ ശുശ്രൂഷ നമുക്ക് എത്ര നന്നായി കൊണ്ടുപോകാൻ സാധിക്കും? ന്യൂ ബോണിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശുചിത്വം എല്ലാം കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരും. കുഞ്ഞിനെ പൊതിയുന്ന തുണികൾ, ഇപ്പം നല്ല മഴയുള്ള സമയത്ത് നമ്മൾ തുണിയൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയൺ ചെയ്തൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിക്കണം കുഞ്ഞിനെ പൊതി. പിന്നെ ഏറ്റവും പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഈ ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നത് കുഞ്ഞിന് വളരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നല്ലോണം പൊതിഞ്ഞ് വെക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ഇപ്പം ക്ലൈമറ്റ് നല്ല കോൾഡായിരിക്കും, തണുപ്പായിരിക്കും, മഴക്കാലത്ത്, അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കുഞ്ഞിനെ നല്ലോണം പൊതിഞ്ഞ് വെക്കാനായിട്ട് കുഞ്ഞിനെ പൊതിയാന്ന് പറയുമ്പോൾ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് തല ഉൾപ്പെടെ പൊതിയണം. പലരും ചെയ്യുന്ന ബോഡി പൊതിഞ്ഞ് വയ്ക്കും, തല ഓപ്പൺ ആയിട്ടിരിക്കും. കുഞ്ഞിൻ്റെ തലയും എല്ലാം ഇതുപോലെ പെട്ടെന്ന് തണുപ്പടിക്കാൻ സാധ്യതയുള്ളതാണ്. ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന കുഞ്ഞിനെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ്. പിന്നെ അമ്മയോട് ചേർത്ത് കിടത്താൻ പറ്റും, കങ്കാരു കെയർ കൊടുക്കാൻ പറ്റും, അമ്മയുടെ ബ്രസ്റ്റുമായിട്ട് ചേർത്ത്, അമ്മയുടെ ബോഡിയായിട്ട് ചേർത്ത് നല്ല കരയാതെ നല്ലോണം ഉറങ്ങും കുഞ്ഞുങ്ങൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അമ്മമാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്കൊരു ജലദോഷം വന്നെന്ന് പറഞ്ഞു, ജലദോഷം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മാസ്ക് വയ്ക്കും. കൊച്ചിന് അസുഖം കിട്ടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം, പലർക്കും അത് ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഞാൻ പറയുകയാണ്, വിസിറ്റേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളത്. ഹോസ്പിറ്റലിലും കുറയ്ക്കണം, വീട്ടിലും കുറയ്ക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ഒരു നല്ല സന്തോഷമുള്ള സമയമാണ്. നമുക്ക് ബന്ധുക്കൾക്കെല്ലാം കാണണമെന്നൊക്കെ തോന്നുന്ന സമയം തന്നെയാണ്, അല്ലാതെ നമ്മൾ പറയുന്നില്ല. എന്നാൽ ഈ വിസിറ്റേഴ്സ് കൂടുമ്പോൾ പലപ്പോഴും അത് ആരോഗ്യ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യത്തെ ജനിച്ചു കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ചയെങ്കിലും കുഞ്ഞിനെ ഒരു ഐസൊലേറ്റഡ് പോലെ തന്നെ വെക്കണം. അമ്മയും അത്യാവശ്യം 1-2 പേരും മാത്രം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുകയും അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെ, വരുന്നവർക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ടെൻഡൻസി എന്താണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു ടെൻഡൻസി, കുഞ്ഞിനെ കിട്ടിയാൽ ഉടനെ ഉമ്മ വയ്ക്കും അല്ലേ, കിസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അവർക്ക് നല്ല ജലദോഷം കാണും, കുഞ്ഞിനെ അപ്പം തന്നെ അസുഖം കൊടുത്തിട്ട് അവരങ്ങോട്ട് പോയി കുഞ്ഞിവിടെ കരയാവാൻ തുടങ്ങും. ആ കുഞ്ഞിന് എന്ത് വന്നാലും അമ്മയ്ക്കും വരും, അമ്മയ്ക്ക് എന്ത് വന്നാലും കുഞ്ഞിനും വരും. അപ്പം 2 പേർക്കും പ്രശ്നമായി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിസിറ്റേഴ്സിനെ കുറയ്ക്കാൻ പറയുന്നത്. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ, ഹോസ്പിറ്റലിൽ വന്നാൽ ചുമ്മാ വരല്ലോ, അപ്പം വീട്ടിൽ വേണം എല്ലാവരും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോവേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റ് എല്ലാം ചുമന്നുകൊണ്ട് പോകണ്ടേ, അതൊരു കാര്യം. പിന്നെ പലരും ഗിഫ്റ്റ് കൊണ്ടുവരണ്ടല്ലോ ഹോസ്പിറ്റലിലാവും. അപ്പം ആ രീതിയിൽ അപ്പം നമ്മൾ പറയും, കാണാൻ ഇഷ്ടമുള്ളവരെല്ലാം ഗിഫ്റ്റും കൊണ്ട് വീട്ടിൽ ചെല്ലും. 2-3 ആഴ്ചയായിട്ട് കണ്ടാൽ എന്താ കുഴപ്പം? ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കണ്ടിട്ട് എന്താ ഒരു പ്രത്യേകത? ഇല്ലല്ലോ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ ഈ മഴക്കാലത്ത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, പലരും ഈ മഴക്കാലത്ത് വാക്സിനേഷന് കൊണ്ടുപോകാൻ പേടിയാണ് പല കുഞ്ഞുങ്ങൾ. ഇനി പനി വന്ന ഈ മഴയുടെ ഇടയിൽ കൂടെ കുഞ്ഞിന് പനി വന്ന എങ്ങനെ, കുഞ്ഞിനെ നനയാതെ എങ്ങനെ കൊണ്ടുപോകും? വാക്സിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത്. ആ സമയത്താണ് ആ വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഏറ്റവും ഗുണം കിട്ടുന്നത്. അപ്പം നമ്മൾ മഴയാണെന്നും പറഞ്ഞത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കുന്ന ആ ബുക്ക്ലെറ്റ് കറക്റ്റായിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ വാക്സിനേഷനും എടുക്കണമെന്നുള്ളതാണ്. പിന്നെ കുളിപ്പിക്കുന്നതൊക്കെ ഈ മഴയുള്ള സമയത്ത് നമ്മൾ
കുഞ്ഞിനെ ഒരുപാട് സമയം വെള്ളത്തിൽ വെച്ച് തന്നെ ഈ ഹൈപ്പോതെർമിയ. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കില്ലല്ലോ ഡോക്ടർ? അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. കുളിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും കുഴപ്പമൊന്നുമില്ല, തുടച്ചെടുത്താലും മതി. ക്ലീൻ ആക്കണമെന്നുള്ളതേ ഉള്ളൂ. അതിൽ കുളിയാണോ തുടച്ചെടുക്കുകയാണോ എങ്ങനെയാണെന്നുള്ളതല്ല. പിന്നെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ, വെയിറ്റ് ചില കുഞ്ഞുങ്ങൾക്ക് ആവറേജ് വെയിറ്റ്, അവർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. പിന്നെ അതുപോലെ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ ശരിക്കും ഈ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ട് തന്നെ അപകടങ്ങൾ പറ്റിയിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലോണം പൊതിഞ്ഞ് വയ്ക്കാനും കുഞ്ഞിനെ അമ്മയോട് ചേർത്ത് വയ്ക്കാനും നല്ലവണ്ണം പാല് കുടിപ്പിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഫീഡ്സ് കൊടുക്കുന്നവർ, അത് ഈ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഫീഡിങ് ബോട്ടിൽ കൊടുക്കരുതെന്നാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നിർബന്ധിക്കപ്പെടും കൊടുക്കാനായിട്ട്. ബോട്ടിലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈച്ചയെല്ലാം വന്നിരുന്ന് പെട്ടെന്ന് വയറിളക്ക രോഗങ്ങൾ കുഞ്ഞിന് വയറിളക്ക രോഗം വന്നാൽ നമ്മുടെ കയ്യിൽ നിൽക്കുകയോ ഇല്ലേ എന്ന് അപ്പോഴേ പറയാൻ പറ്റും. അപ്പം പ്രത്യേകിച്ചും ഈ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളൊരു ഡ്രിപ്പ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും മിക്കവാറും വയറിളക്കത്തിൻ്റെ കൂടെ ഛർദ്ദിലും വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. വയറിളക്ക രോഗം ഉണ്ടെങ്കിൽ മുലപ്പാല് തന്നെ കൊടുക്കുക, മുലപ്പാല് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുലപ്പാലാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട. ഈച്ച വന്നിരുന്നെന്നും അത് കേടായെന്ന് അണുബാധ വന്നെന്നൊന്നും പേടിക്കണ്ട. പിന്നെ മുലപ്പാല് കൊടുക്കുമ്പോൾ കുഞ്ഞ് അത്രയും സമയം അമ്മയോട് ചേർന്നല്ലേ ഇരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനും അസുഖം. ഇപ്പം പിന്നെ വേറൊരു പ്രശ്നമുള്ളത് മാനസിക പ്രശ്നമാണ്. ഇപ്പൊ അമ്മമാർക്കെല്ലാം ഭയങ്കര ടെൻഷനാണ് കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ. ഗർഭം ആവുമ്പോ തന്നെ നമ്മുടെ കൂട്ടുകുടുംബം എന്നുള്ള ആ സംവിധാനം ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് മെന്റൽ ഹെൽത്താണ്. എന്നിട്ട് കൂട്ടുകുടുംബത്തിലുള്ളപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ ഒരു ബ്രദറിൻ്റെ വൈഫോ ആരെങ്കിലുമൊക്കെ ഡെലിവറി ചെയ്യുന്ന കാണുന്നുണ്ട്, ആ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണുന്നു. ഇപ്പോൾ ഒരു എക്സ്പോഷർ ഇല്ല, ആർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. സ്വന്തം കുഞ്ഞ് വരുമ്പോഴാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. അത് കാരണം അയ്യോ എന്തോ ഒരു ടെൻഷനാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കാൻ പറ്റാത്ത തരം ടെൻഷനാണ്. അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവർ പേടിച്ചിരിക്കുന്ന നോർമലായിട്ടുള്ള കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും നോർമലായിട്ട് കുഞ്ഞുണ്ടാക്കുന്ന ശബ്ദവും എല്ലാം ഭയങ്കര നൈറ്റ് മെയറാണ്. അവർക്ക് പേടിയാണ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അഭാവത്തിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് എല്ലാം നമ്മളിപ്പോൾ ഗൂഗിളാണ് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗൂഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്, നമുക്ക് ജ്ഞാനം ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളറിയണം. അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ മാത്രം മതിയല്ലോ. പക്ഷെ അതിന് നമുക്കൊരു ബേസിക്കായിട്ടൊരു കാര്യം അറിയാമെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഏതാണ് വേണ്ടതെന്ന് നമുക്ക് എടുക്കാൻ പറ്റൂ. ഗൂഗിളിൽ പറയുന്നത് അതിനെ കൊണ്ടുള്ള എല്ലാ സാധ്യതകളും ഗൂഗിളിനകത്ത് പറയും. അത് നമുക്ക് അതെ അതെ അത് നമുക്ക് എത്ര ആപ്ലിക്കബിൾ ആണെന്ന് എടുക്കണമെങ്കിൽ കുറച്ച് വിവരം വേണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ അജ്ഞത കാരണം നമുക്ക് ടെൻഷൻ കൂടിക്കൊണ്ടേ. മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ്. ഈവൻ പ്രസവം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും നമ്മൾ. അത് ചെറിയൊരു വേരിയേഷനിൽ തന്നെ വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കെയർ ആക്കി മനസ്സിലാക്കും ഡോക്ടർ. അത് ആ ബിഹേവിയറിൽ കാണാൻ പറ്റും ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ പറയാം, ശരിക്കുമുള്ള ഒരു മദറിനാണെങ്കിൽ രാത്രി എന്തായാലും ഉറക്കം കുറച്ച് നഷ്ടപ്പെടും. കുഞ്ഞ് കുറേ പ്രാവശ്യം ഉണരുന്ന് കരയുന്നു, അതിന് പാല് കൊടുക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇപ്പം അവരാ കുഞ്ഞിനെ സമീപിക്കുന്ന രീതി, അയ്യോ കുഞ്ഞ് ഉണന്നല്ലോ എന്നാൽ പാല് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. മറ്റേ ഇതെന്തോന്ന് എന്നെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല, മനസ്സിലായി, ഇറിറ്റേറ്റഡ് ആവും. അമ്മയ്ക്ക് തന്നെ ഉറക്കമില്ലാതെ ഉറങ്ങാൻ പറ്റിയാലും ഉറങ്ങാത്ത ഒരവസ്ഥയിലേക്ക്, കുഞ്ഞിൻ്റെ എല്ലാ മൂമെൻറ്റും ഒരു സംശയത്തോടെ ഇവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു, കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് കൂടെ ഉള്ളവരോട് ദേഷ്യപ്പെടുക, അല്ല അങ്ങനെ ഒരു നമ്മുടെ ബിഹേവിയറിൽ വരുന്ന വ്യത്യാസം കൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ. അതിനെന്താണ് പരിഹാരം? അതിന് മരുന്നുകളുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അത് ഏർലി നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ള അമ്മമാരുണ്ട് കേട്ടോ, ടെൻഷൻ കയറി അങ്ങനെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ട്. പിന്നെ നേരത്തെ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവർ, അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഇതിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാവർക്കും അറിഞ്ഞാൽ തന്നെ ഒരു അതെ അതെ
അതെ അതെ അതെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ പിന്നുള്ള വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് മരുന്ന് കഴിക്കുന്നവർ പലർക്കും ഗർഭകാലത്ത് അത് കഴിക്കാൻ പേടിയാണ്. പക്ഷെ കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇത് പ്രശ്നം കൂടും. അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത് അവർക്ക് കഴിക്കാൻ പേടിയാണ്. കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമല്ലോ, കുഞ്ഞിന് ആ പാല് കിട്ടിയാൽ കുഴപ്പം വരും. അപ്പം അങ്ങനെയുള്ള പേടികൾ കാരണം, മനസ്സിലെ പേടി കാരണം, അത് ശരിക്കും ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും. അപ്പോൾ ഗർഭകാലത്തും നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴൊക്കെ കഴിക്കാവുന്ന സേഫായിട്ടുള്ള മരുന്നുകളുണ്ട്. അത് കഴിക്കാതെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മുടെ മാനസികാരോഗ്യം കളയുന്നതിൽ കാര്യമില്ല. അതാ നമ്മൾ പ്രഗ്നൻസി ലാക്ടേഷനിൽ നമ്മൾ വേണ്ടത് എന്താണ്? ടെൻഡർ ലവിങ് കെയർ എന്ന് പറയുന്ന അതാണ്. പിന്നെ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡുമായിട്ട് ജീവിച്ച ഒരാൾ ഹസ്ബൻഡിനെ മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ, ഇപ്പോൾ കുറേ ദിവസം ഹസ്ബൻഡ് വന്നില്ല എന്ന് വിചാരിച്ചു, അപ്പോൾ അതങ്ങനെയുള്ള ടെൻഷൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സാധാരണ ഒരു സ്ത്രീയെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ സമയത്ത് ബാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വാക്കാണ് ടെൻഡർ ലവിങ് കെയർ. പ്രഗ്നൻസി പ്യൂർപേറിയത്തിനും നമ്മൾ അതിന് വീട്ടിലെ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഭർത്താവ്, ഇവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ അവർക്കൊരു ഇമ്പാക്റ്റ് വരത്തക്ക സംഭവങ്ങളൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഗർഭാവസ്ഥയിൽ നമുക്ക് ഒരുപാട് ശാരീരിക മാറ്റങ്ങളാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങളാണ്. തിരിച്ച് ആ ഫോമിൽ എത്തുമോ എന്നുള്ള സംശയം, ടെൻഷൻ, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ കൗൺസിലിംഗ് ആക്ച്വലി ഗർഭാവസ്ഥയിലെ വേണം. ഹോസ്പിറ്റൽസിൽ അത് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ഗവൺമെൻറ്റിൽ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൽ ഹോസ്പിറ്റലിൽ പോലും നമ്മൾ ആൻറ്റിനേറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞു, അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനകത്ത് ഈ മെൻ്റൽ ഹെൽത്തും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ അമ്മ മനസ്സെന്നൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അമ്മമാരെ മാനസികമായിട്ട് നല്ല ശക്തി അതെ പ്രിപ്പയർ ചെയ്യാനുള്ള. ഇപ്പോൾ ഈ ആൻറ്റിനേറ്റൽ ക്ലാസ്സിൽ നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കും. ഗർഭകാലത്തെ ചികിത്സ പറഞ്ഞു കൊടുക്കും, ഗർഭകാലത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും, അതെങ്ങനെയാണ് നേരത്തെ അവർ ശ്രദ്ധിക്കേണ്ടത്, അത് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, അത് ഉണ്ടാകുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അപ്പോൾ എന്തൊക്കെ കെയർ എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്ത് എല്ലാ ഹോസ്പിറ്റലിലും നമ്മളതൊരു നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഓരോ സീസണിൽ എന്ത് ചെയ്യണം, അതെല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്താണ്. പിന്നെ വളരെ തിരക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ചിലപ്പം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട്, പക്ഷെ അവർക്ക് ചോദിക്കാൻ അവസരമുണ്ട്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതെല്ലാം നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സമയം ആയിട്ടുണ്ട് ഡോക്ടർ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കെയറിംഗ് ഹാൻഡ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.